ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കൊട്ടിയം എസ് സമിതി അഭയകേന്ദ്രത്തിൽ ഒരു വിവാഹം നടന്നത്. കൊല്ലം കുണ്ട്ര കേരളപുരം ഇടവട്ടം സ്വദേശി സുബിനാണ് വരൻ. വധുവാകട്ടെ എസ് സമിതിയിലെ തന്നെ വളർത്തുമകളായ സുനിത. 2000-ലാണ് സുനിത എസ് സമിതിയിൽ എത്തുന്നത്. കൊല്ലം വടക്കുംഭാഗം പള്ളിക്കട സ്വദേശിയായ സുനിത പിതാവിന്റെ മരണശേഷം അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. അന്നത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പരേതനായ മാർട്ടിൻ ഗോമസിന്റെ നേതൃത്വത്തിലായിരുന്നു 2-ാം വയസ്സിൽ സുനിതയെ എസ് സമിതിയിൽ എത്തിച്ചത്. പിന്നീട് സുനിതയുടെ ബാല്യവും കൗമാരവും എല്ലാം ഇവിടുത്തെ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ഒപ്പമായിരുന്നു. സുനിതയ്ക്ക് കല്യാണപ്രായമായതോടെ വിവാഹം നോക്കിയായിരുന്നു മാനേജിംഗ് ട്രസ്റ്റിയായ ഫ്രാൻസിസ് സേവ്യർ. ആയിടയ്ക്കാണ് കുണ്ട്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന നേഴ്സ് എസ് സമിതിയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. മുൻപ് ജോലി ചെയ്ത ആശുപത്രിയിൽ ഇവർക്കൊപ്പം ജോലി ചെയ്ത ആളായിരുന്നു സുബിൻ. സുബിനോട് ഈ നേഴ്സ് സുനിതയെക്കുറിച്ച് സംസാരിച്ചതിനെ തുടർന്ന് സുബിൻ അമ്മയുമായി എത്തി സുനിതയെ കണ്ട് ഇഷ്ടപ്പെടുകയും വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഇന്ന് സാർവത്രിക സഹോദരി സമിതിയെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ ദിനമാണ്. ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവിടെ വെച്ച് നടത്തുന്ന ആദ്യ കല്യാണമാണ്. അത് എൻ്റെ ഈ മകൾക്ക് വളരെ താല്പര്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അതിന് പറ്റിയൊരു വരനെ ദൈവമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അതിന് പലരുമായിട്ട് സംസാരിച്ച് ഈ കുട്ടിയെ വന്ന് കാണുകയും അവൾക്ക് സന്തോഷമായിട്ട് അവർ നടത്താമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ കല്യാണം ഇപ്പോൾ നടന്നത്. വധുവിന് ആവശ്യമായ വസ്ത്രം, ആഭരണം, തുടർ ജീവിതത്തിനായി തയ്യൽ മെഷീൻ, വീട്ടാവശ്യത്തിന് ഫ്രിഡ്ജ് എന്നിവയും വിഭവസമൃദ്ധമായ സദ്യ ഉൾപ്പെടെയായിരുന്നു വിവാഹം. അന്തേവാസികളും ജീവകാരുണ്യ പ്രവർത്തകരും ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സുനിതയുടെയും സുബിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. ഫോക്സ് ടിവി ന്യൂസ്, പത്തനാപുരം.